കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല കൃപകളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ അല്പസമയ ചിന്തയ്ക്കായി ആമേൻ നമുക്കൊരു വചനഭാഗം വായിക്കാം. ആമേൻ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന് 8-9 വാക്യങ്ങൾ ആമേൻ നമുക്ക് വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ വിക്ടറി ഇൻ്റർനാഷണൽ AG വർഷിപ്പ് സെൻറ്ററിലേക്ക് എല്ലാ ദൈവമക്കൾക്കും സ്വാഗതം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓൺലൈനിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആമേൻ സ്തോത്രം ചില നിമിഷങ്ങൾ ദൈവവചനം ധ്യാനിച്ച് നമുക്ക് കടന്നു പോകാം. ആമേൻ. നമ്മൾ വായിച്ച വാക്യം ആമേൻ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളാണ് ആമേൻ നമ്മൾ വായിച്ചത്. ആമേൻ സ്തോത്രം. വായിച്ച വചനം ഒരിക്കൽ കൂടെ ആമേൻ നമുക്ക് വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. ആമേൻ. ഈ കൃപ നമ്മുടെ മേൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തിൻ്റെ കൃപ ഇതിനകത്ത് അനുഭവിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് പകൽ അവിടെ വചനം പറഞ്ഞു നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അവന് കൃപ ലഭിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. അടുത്ത നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ കൃപ ലഭിച്ചാൽ നമുക്ക് 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ആമേൻ നമ്മളെ ഈ കൃപ നീതിയിലേക്ക് നടത്തും. ഹല്ലേലൂയ. നമ്മളെ നീതിമാനാക്കും. കൃപ വെളിപ്പെട്ടാൽ നമ്മളെ ആരാക്കും? സ്തോത്രം. അതിനെ പറഞ്ഞു നീതിമാൻ ആരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പക്ഷെ ഇന്ന് പകൽ നമ്മൾ എങ്ങനെ നീതിമാനായത്? സ്തോത്രം. ഇതിനകത്ത് നീതിമാന്മാരുണ്ടോ? നീതിമാന്മാർ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. നീതിമാന്മാർ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. ഓ സ്തോത്രം. ഇന്നും ഉറപ്പില്ല നമ്മൾ നീതിമാനാണോ. അവ സ്തോത്രം. എന്നാൽ പാപികൾ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ നീതിമാന്മാർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോ സ്തോത്രം. പാപിയും അല്ല നീതിമാനും. പിന്നെ ആരാന്ന് എനിക്കും വലിയ പിടുത്തം. സ്തോത്രം. നമ്മൾ ആരും നീതിമാനല്ലായിരുന്നു. പക്ഷെ കൃപ നമ്മുടെ മേൽ വന്നപ്പോൾ ഓ സ്തോത്രം. ചിലര് കരമുയർത്തിയില്ല. പാസ്റ്റർ ഞാൻ അത്ര നീതിമാനൊന്നും. സ്തോത്രം. ഈ കൃപ ആരുടെ മേൽ വെളിപ്പെടുന്നു അവരെ ആരാക്കി മാറ്റും. ഓ ഇന്ന് പകൽ ഞാൻ നീതിമാനായിട്ടല്ല ഇവിടെ നിൽക്കുന്നേ. പക്ഷെ ഈ കൃപ എന്റെ മേൽ വന്നപ്പോൾ അവൻ എന്നെ നീതിമാനാക്കി മാറ്റി. വചനം പറയുന്നു ഒരിക്കൽ അവൻ പാപികൾക്കായി അർപ്പിക്കപ്പെട്ടു. ഇനി തനിക്കായി കാത്തിരിക്കുന്ന അവന്റെ നീതിമാന്മാർക്ക് വേണ്ടി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. ഇനി പ്രത്യക്ഷനാകുന്നത്, ഇനി കർത്താവ് വരുന്നത് പാപികൾക്ക് വേണ്ടിയല്ല, തന്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ നീതിമാന്മാർക്ക് വേണ്ടി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയും, ഇതിനകത്ത് കൃപ പ്രാപിച്ചു നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ കരമുയർത്തി ഇന്ന് പകൽ സന്തോഷത്തോടെ പറയണം, കർത്താവേ നിനക്ക് മഹത്വം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ ഇതിനകത്ത് ദൈവത്തിന്റെ അത്യന്ത സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാ. എന്തെന്നറിയാമോ? ആമേൻ. എന്റെ നീതീകരണത്തിലല്ല, എന്റെ ജഡത്തിലല്ല, എന്റെ ബുദ്ധിയിലല്ല, എന്റെ ചിന്തയിലല്ല. ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് ഈ വചനം ഇത്രയും തീഷ്ണതയോടെ വിളിച്ചു പറയുന്നതിന്റെ കാരണം അവന്റെ കൃപ എന്റെ മേൽ വന്നതുകൊണ്ട്. ഇന്ന് പകൽക്കാലം
ആമേൻ നീതിമാന്മാർ ആമേൻ കരമുയർത്തി സ്തോത്രം പറയാൻ പറഞ്ഞാൽ ആമേൻ കൃപ ലഭിച്ചവർ കരം താഴ്ത്തിയിട്ടല്ല. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മളെ നീതീകരിച്ചൊരു ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് ഇന്ന് പകൽക്കാലം കാഹളം ധ്വനിക്കുമ്പോൾ അവനോടുകൂടെ പറന്നുയരുവാൻ നമ്മളെ നീതിമാനാക്കി ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവം നമ്മളെ വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. നമ്മൾ പാവികളല്ല. ഒരു സമയത്ത് നമ്മൾ പാവികളായിരുന്നു, ദോഷികളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ കൃപ വിട്ടുപോകരുത്. കൃപ പോയാൽ നീതിമാനൊക്കെ തകരും. അവൻ എവിടെ നീതിമാൻ തകരുന്നുവോ അവിടെ കൃപ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് പകൽ കൃപയിലാ നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ കൃപ വെളിപ്പെട്ടാൽ ഒന്ന് നമ്മളെ നീതിമാന്മാരാക്കും, രണ്ട് പറയുന്നു ഈ തലമുറയിൽ ആമേൻ നീ ആരായിരിക്കും? നീ നിഷ്കളങ്കനായിരിക്കും. സ്തോത്രം സ്തോത്രം ആമേൻ സ്തോത്രം. സ്വർഗം ആമേൻ നമ്മളെ ഇങ്ങോട്ട് ആമേൻ സ്വർഗത്തിന്റെ ക്യാമറ വെച്ച് നമ്മളെ നോക്കിയാൽ നമ്മൾ ഈ തലമുറയിൽ ആരാ? ഈ തലമുറയിലെ നിഷ്കളങ്കർ എന്ന് പറഞ്ഞാൽ പാപം തൊടാത്തവർ, അനീതി തൊടാത്തവർ, ദൈവത്തിന്റെ വിശ്വസ്തതയുള്ളവർ, ദൈവത്തിന്റെ നീതിയുള്ളവർ. ആമേൻ സ്വർഗം ഇന്ന് പകൽ നമ്മളെ കാണുന്ന ആരായിട്ടാ? നിഷ്കളങ്കർ. ഹല്ലേലൂയ. ഓ സ്തോത്രം. സ്വർഗത്തിന്റെ ക്യാമറ ഇന്ന് പകൽ ഇതിനകത്ത് തിരിച്ചു വെച്ചിരിക്കുക. സ്വർഗം നമ്മളെ നോക്കുന്ന എങ്ങനെ? എൻ്റെ നീതിമാന്മാർ അവർ തല ഉയർത്തി എന്നെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ പേരാണ് നീതിമാൻ. സ്തോത്രം. നീതിമാന്മാർ തല ഉയർത്തിയിരിക്കണം. ആമേൻ സ്തോത്രം. ഇവിടെ നിന്ന് ഈ രണ്ട് കണ്ണുകൊണ്ട് നിങ്ങളെല്ലാവരും നോക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് അപ്പൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. നീതീകരിക്കപ്പെട്ടവരുടെ ഹല്ലേലൂയ ഇന്ന് പകൽ ചിന്തിച്ചു നോക്കേ, സകല മനുഷ്യരും നിത്യനാശമാകുന്ന നിത്യ നരകത്തിലേക്ക് എന്നേക്കും ദണ്ഡനത്തിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പദവികൾ ഒരുക്കി വെച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആമേൻ നമ്മുടെ കർത്താവിനെ അവൻ ഒരുക്കിയിരിക്കുന്ന രാജ്യത്തെ ഓർത്താൽ ഇന്ന് പകൽ തല കുനിക്കാൻ പറ്റത്തില്ല. തല നിവർത്തിയിരുന്നു. ഹല്ലേലൂയ. ദുഃഖത്തോടെ ഇരിക്കരുത്. കൃപ ലഭിച്ചവർ സന്തോഷത്തോടെ ഇരിക്കണം. എന്നെ നീതീകരിച്ച് എന്നെ ആമേൻ നിഷ്കളങ്കനാക്കി ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം വിക്ടറി ഇന്റർനാഷണൽ മലയാള സർവീസിന്റെ ഈ ചെയറിൽ ദൈവകുഞ്ഞെ നിന്നെ നീതിമാനാക്കി ആമേൻ ഒരുവൻ കൊണ്ടിരുത്തിയിരിക്കുമ്പോൾ ആമേൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നോക്കുമ്പോൾ അവന്റെ മുഖത്ത് പ്രകാശമുണ്ടാകണം. ആമേൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ നീതീകരിച്ചവൻ നിങ്ങളെ കാണുമ്പോൾ അവൻ സന്തോഷിക്കണം. ഇന്ന് പകൽ ഈ ആമേൻ നമ്മളെ നീതിമാനാക്കുവാൻ നീതീകരിക്കുവാൻ ഹല്ലേലൂയ ഒരുവൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. താണവന് വലിയവനാകാൻ പറ്റും, പക്ഷെ വലിയവന് താണവനാകാൻ പറ്റുന്നത് ഇച്ചിരി പ്രയാസമാണ്. സ്തോത്ര. ഹല്ലേലൂയ. സ്വർഗ മഹിമകളിൽ 24 മൂപ്പന്മാരും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരുടെ കിരീടങ്ങളെ താഴെ വെച്ചിട്ട് ആമേൻ സ്തോത്രം നിലത്ത് വീണിട്ട് അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടേ ആമേൻ സ്തോത്രം ആമേൻ നീ മാത്രം സകലത്തിലും യോഗ്യൻ 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 യോഗ്യൻ. ഓ 4 ജീവികളും ഇടവിടാതെ പരിശുദ്ധനെ നീ യോഗ്യൻ യോഗ്യൻ യോഗ്യൻ, നിന്റെ സർവ മഹത്വം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്ന് ആമേൻ സദാ സമയം ആർത്തുകൊണ്ട് സ്തോത്രം ദൂതന്മാർ നിൽക്കുന്നു, 24 മൂപ്പന്മാർ നിൽക്കുന്നു, 4 ജീവികൾ നിൽക്കുന്നു. ആമേ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് ചിറക്, ആമേ സ്തോത്രം 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സാറാപ്പുകൾ വിളിച്ചു പറയുന്നു, ആമേൻ കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും ആമേൻ നിറഞ്ഞിരിക്കുന്നു ആമേൻ എന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സറാപ്പുകൾ ആർക്കുന്ന ഒരു പരിശുദ്ധൻ. ഹല്ലേലൂയ. അവന് മഹത്വത്തിന് കുറവില്ല. ആമേൻ സ്തോത്രം. ആമേൻ ഇന്ന് പകൽ നമ്മൾ വല്ലപ്പോഴും സ്തോത്രം പറയുമ്പോൾ ആമേൻ സ്വർഗ്ഗത്തിൽ ഇടവിടാതെ 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 ആമേൻ മഹത്വത്തിൽ ഇരുന്നവൻ, സ്തുതിയുടെ മധ്യേ ഇരുന്നവൻ, ആരാധനയുടെ മധ്യേ ഇരുന്നവൻ, ഹല്ലേലൂയ മഹത്വം വെടിഞ്ഞ് ഇകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഓ അവൻ എത്ര ശ്രേഷ്ഠൻ, അവൻ എത്ര മഹാത്മ്യമുള്ളവൻ, അവൻ എത്ര ഉന്നതൻ. ഹല്ലേലൂയ
ആമേ സ്തോത്രം. വചനം പറയുന്നു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ നമ്മെ നീതിമാനാക്കാൻ വേഷത്തിൽ മനുഷ്യനായി അവൻ ദാസരൂപമെടുത്തു. ഹല്ലേലൂയ. ആ കൃപയെ ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ആ കൃപയെ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഇന്ന് പകൽ ആ കൃപയുടെ മുമ്പിൽ അവൻ പിശാച് മുട്ടുമടങ്ങണം. ഹല്ലേലൂയ. വചനം പറയുന്നു ഈ തലമുറയിൽ ആമേ സ്തോത്രം നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആമേ സ്തോത്രം. കൃപ ലഭിച്ചപ്പോൾ അവൻ ആരായി മാറി? അവൻ നീതിമാനായി മാറി. അവൻ നിഷ്കളങ്കനായി മാറി. അവൻ മൂന്നാമത് അവൻ ഇന്ന് പകൽ അവൻ ദൈവത്തോടു കൂടെ നടന്നു. അവൻ മനുഷ്യരോടല്ല നടന്നത്, അവൻ മനുഷ്യരോടല്ല കേട്ടത്. അവൻ ഇന്ന് പകൽ ഞാൻ പറയും, ദൈവത്തോട് കൂടെ നടക്കുന്നവൻ അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ മനുഷ്യന്റെ ശബ്ദമല്ല, അവൻ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ആമേൻ. ദൈവത്തോട് കൂടെ നടന്നവൻ. ഹല്ലേലൂയ. ആമേൻ. വചനം പറഞ്ഞു ആദാം ദൈവത്തോട് കൂടെ നടന്നു. സന്ധ്യയാകുമ്പോൾ ആമേൻ, വൈകുന്നേരമാകുമ്പോൾ അവന്റെ കാലൊച്ച. ആമേൻ. കൃപ ലഭിച്ചവർ കേൾക്കുന്ന മനുഷ്യ ശബ്ദമല്ല, ആമേൻ, അവന്റെ കാലൊച്ച. ഇന്ന് പകൽ ഞാൻ പറയും, ഇന്ന് പകൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് കാലൊച്ചയല്ല, കാകളത്തിന്റെ ഒച്ച കേൾക്കാറായി. കാകളത്തിന്റെ ഒച്ച കേൾക്കാറായി. ആമേൻ. കാലൊച്ച കേട്ട കാലം കഴിഞ്ഞു. ഇനി കാകളത്തിന്റെ ഒച്ച കേൾക്കുവാൻ സമയമായി. ദൈവത്തിന്റെ നീതിമാന്മാർ ദൈവത്തോട് കൂടെ നടക്കണം. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചത് അതിന്റെ 6-ാം വാക്യം ഒന്ന് വെച്ചേ. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ആമേൻ. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. വഷളത്വം പിടിച്ച ഒരു തലമുറ. ദൈവം ആമേൻ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുതപിക്കത്തക്ക നിലകളിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്തു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പാപം ചെയ്യുന്ന ഒരു തലമുറയ്ക്കകത്ത് ഹല്ലേലൂയ തിരുവചനം പറയുക, ഒരുവന് കൃപ ലഭിച്ചു. ഞാൻ പറഞ്ഞു, പട്ടണം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ കൃപ പ്രാപിച്ചവരെ ആമേൻ സ്തോത്രം. ലോകം എങ്ങനെയാകട്ടെ, ലോകത്ത് എത്ര പാപവും ഉണ്ടാകട്ടെ, ഇന്ന് പകൽ ഞാൻ പറയുന്നു, പാപം പെരുകുമ്പോഴും ആമേൻ ദേശം ന്യായവിധിക്കകത്ത് വീഴാൻ പോകുമ്പോഴും അതിന്റെ നടുവിൽ കൃപ ലഭിച്ചവർ. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ കൃപ ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഒരാത്മീക അന്തരീക്ഷത്തിനകത്തല്ല ഒരുത്തന് കൃപ ലഭിച്ചത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളിടത്തല്ല ഒരുവന് കൃപ ലഭിച്ചത്, പാപമുള്ളിടത്ത് കൃപ. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം പറയുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ട് പാപമുള്ളിടത്ത് കൃപ പെരുകും. ഇന്ന് പകൽക്കാലം പാപമുള്ളിടത്ത് കൃപ പെരുകുമ്പോൾ എന്ത് ചെയ്യണം? പാപത്തെ വിട്ട് ഓടിക്കൊള്ളണം. ആമേൻ. പാപത്തിൽ വീഴാനല്ല, പാപത്തിൽ നിൽക്കാനല്ല. കൃപ പാപം ചെയ്യുമ്പോൾ, പാപം പെരുകുമ്പോൾ കൃപ പെരുകുന്നത് പാപം വിട്ടോടുവാനാ. സ്തോത്രം. പാപം നിറഞ്ഞ് ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി നിൽക്കുന്നിടത്ത് ഒരുത്തന്റെ മേൽ കൃപ വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ഒരു കുടുംബത്തിൽ ഒരുവന്റെ മേൽ കൃപ വെളിപ്പെട്ടാൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്റെ മേൽ കൃപ പെരുകിയാൽ, ആമേൻ, നിന്റെ മേൽ കൃപ പെരുകിയാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ആമേൻ സ്തോത്രം. ഈ തലമുറയിൽ നീ ആയിരിക്കും ദൈവത്തിന്റെ നിഷ്കളങ്കൻ. ദൈവം സംസാരിക്കുന്ന ആരോട്? ദുഷ്ടനോടാണോ? ദൈവം നിഷ്കളങ്കനോട് സംസാരിക്കും. ഇന്ന് പകൽ ഈ തലമുറയിൽ പറയണം, കർത്താവേ, നിന്റെ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ നിന്റെ കൃപ എൻ്റെ മേലൊന്ന് പെരുകണം. കൃപ പെരുകുമ്പോൾ നിഷ്കളങ്കത്വം വെളിപ്പെട്ടു വരും. താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിഷ്കളങ്കനായാൽ അടുത്ത സ്റ്റെപ്പാണ് ദൈവത്തോടു കൂടെ നടന്നാൽ ആമേൻ നമ്മൾ കാണുന്നതെല്ലാം ദൈവത്തിനുള്ളതായിരിക്കും. ഒരു നല്ല വസ്ത്രം ധരിക്കുന്നവരുടെ കൂടെ നടന്നാൽ നമ്മൾ ആരാകും?
നല്ല ഫുഡ് കഴിക്കുന്നവരുടെ കൂടെ നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ കാണാത്ത നല്ല ഫുഡ് കാണും, നമ്മൾ അത് അനുഭവിക്കും. ആമേൻ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോടു കൂടെ നടന്നാലോ? ഓ, അവൻ്റെ സൗരഭ്യ വാസന, അവൻ്റെ സാന്നിധ്യം, അവൻ്റെ തേജസ്, അവൻ്റെ മഹിമ പിന്നെ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അത് 7-ാം വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം സാക്ഷ്യം പറയാ. ഞാൻ പറഞ്ഞു ഭൂമിയിൽ ഓരോരുത്തരെ സാക്ഷ്യം വേണ്ടെന്നേ. ഹല്ലേലൂയ. ഞാൻ പറയുന്നു ഭൂമിയിലെ ആമേൻ സാക്ഷ്യത്തിനൊന്നും ആയുസില്ല. സ്തോത്രം. ആമേൻ. ഇന്ന് നിങ്ങൾ ഒരു നന്മ ചെയ്താൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ, നിങ്ങളെ പോലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വേറെ ആരുമില്ലെന്ന് പറയും. സ്തോത്രം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്താൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾ വീട്ടിൽ പാടും ആമേൻ, ജോസ് പാസ്റ്റർ നല്ലവൻ, അദ്ദേഹം എന്നും വല്ലവൻ, അവൻ ദയയോ. ഹല്ലേലൂയ. ആമേൻ. ചെറിയൊരു കാര്യത്തിൽ ഒന്ന് മുഖം തിരിച്ചു നോക്കിയേ, ഈ പാട്ട് തിരിച്ചു പാടും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ദൈവത്തോട് കൂടെ നടന്നേ. സ്തോത്രം. ദൈവം എന്നെ ഭയങ്കരത്തിൽ ചിന്തിപ്പിച്ചു. ആമേൻ. ദൈവം വീണ്ടും പറയാ, ഞാൻ ഈ തലമുറയിൽ നിന്നെ നീതിമാനായി. ഓ സ്തോത്രം. നമ്മളെ മനുഷ്യർ കാണുന്ന ഏത് ലെവല? നിങ്ങളെ കാര്യം ചിന്തിച്ചോ. നിങ്ങളെ ആരായിട്ടാണ് നിങ്ങളെ വീട്ടുകാർ കാണുന്നത്? നിങ്ങളെ പാസ്റ്റർ, നിങ്ങളുടെ സ്നേഹിതർ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ആരായിട്ടാണ് കാണുന്നത്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്നെ ചിന്തിച്ചോക്കെ. പക്ഷേ ദൈവം നമ്മളെ കാണുന്നത് എന്താ? ഈ തലമുറയിൽ. സ്തോത്രം. അവേ സ്തോത്രം. നോകയോട് പറയാ, നോകേ, ഈ തലമുറയിൽ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഇന്ന് പകൽ സ്വർഗം നിങ്ങളെ നോക്കിയിട്ട് പറയാ, ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ ഞാൻ നിങ്ങളെ ആരായിട്ടാ കണ്ടിരിക്കുന്നത്? എന്റെ നീതിമാൻ, എന്റെ നീതി വഹിക്കുന്നവർ, എന്റെ വിശ്വസ്തത ചുമക്കുന്നവർ, എന്റെ മഹത്വം ചുമക്കുന്ന എന്റെ നീതിമാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരാന്നറിയോ? സ്തോത്രം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരാ? സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടനാണോ? ഹല്ലേലൂയ. ചതിയനാണോ? ആരാ നിങ്ങളുടെ അടുത്തിരിക്കുന്നേ? സ്തോത്രം. ഒന്ന് കരം കൊടുത്ത് പറഞ്ഞേ, ഓ നീതിമാനെ നിന്നെ കണ്ടതിൽ സന്തോഷം. ഓ ചുമ്മാ കരം കൊടുക്കാനല്ല, ആ വാക്കൊന്ന് പറഞ്ഞേ, നീതിമാനെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഓ ദൈവത്തിൻ്റെ നീതിമാനെ, നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ, ഓ ഷാജി ബ്രദറെ, ദൈവത്തിൻ്റെ നീതിമാനെ നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഓ സ്തോത്രം. ഇന്ന് പകൽ ഓ ആ സന്തോഷം വരട്ടെ. അടുത്തിരിക്കുന്നവരെ കണ്ടിട്ട് ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ മുഖത്ത് നോക്കി അങ്ങ് സന്തോഷിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറ, ദൈവത്തിൻ്റെ നീതിമാനാണല്ലോ. ഒന്ന് പറയാ, ഓ ദൈവത്തിൻ്റെ നീതിമാനാണല്ലോ. ഒന്ന് പറയപ്പാ. അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറ, നീ ദൈവത്തിൻ്റെ നീതിമാനാണല്ലോ. ഓ സ്തോത്രം. ഇതൊന്നും പറയരുത് ഇവിടെ ഇരുന്നുകൊണ്ട്. സ്തോത്രം. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പനിയായിട്ട്, നല്ല പനിയാണ്, ഹോസ്പിറ്റലിൽ പോകും. ഡോക്ടർ പറയും, ആമേൻ സ്തോത്രം, ആ നാക്കൊന്ന് അതൊന്ന് പുറത്തോട്ടിട്ടെ. ചിലരൊക്കെ ഇങ്ങനെയാണ്, ഡോക്ടർ പറയും നാക്കൊന്ന് പുറത്തോട്ട്, അല്ലെങ്കിൽ നാക്ക് പുറത്ത് വരുമല്ലോ. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നാക്ക് പുറത്ത് വരുന്നത് പോലെ പുറത്ത് വരട്ടെ. പിന്നെ നമ്മളെ ഉള്ള നാക്കല്ല, വാ തുറന്ന് ഡോക്ടർ പറയുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഇരുന്നോണ്ടോ അടുത്തിരിക്കുന്ന ആള്, ആ നീതിമാനെ സുഖമാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞ, നീതിമാനെ. നമ്മൾ ഇതിലൊക്കെയാണ് ഇവിടെ വാ തുറന്ന് സ്വോത്രം പറഞ്ഞ്
ഇവിടെ കരം കൊടുത്ത് സംസാരിക്കുമെങ്കിൽ ഒരു ഡോക്ടർ അടുത്തും പോയി, ഒരു നീതിമാനും ഡോക്ടർ അടുത്ത് പോയി വായു തുറക്കണ്ട, കയ്യും കാലും ഒന്ന് നീട്ടിപ്പിടിക്കണ്ട. ആമേൻ. സന്തോഷത്തോടെ ആമേൻ. ഞാനിത് പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. സ്വതന്ത്രം. ഇന്ന് പകൽ ഈ കൃപ നമ്മുടെ മേൽ വരുത്തി നമ്മളെ നീതിമാനാക്കിയ ഒരുവൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനല്ല വിഷയം, ഇന്ന് പകൽ ഞാനല്ല വിഷയം. നിങ്ങളെ നീതീകരിച്ചവൻ ഇവിടെ ക്യാമറ വെച്ചിരിക്കുക, അവന്റെ അഗ്നി ജോലക്കത്തെ കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ നിങ്ങളിത് സന്തോഷത്തോടെ പറയുമ്പോൾ, ആമേൻ, രക്തം കൊടുത്തവൻ, ജീവൻ കൊടുത്തവൻ നിങ്ങളെ കണ്ടിട്ട് സന്തോഷിക്കും. എന്നിട്ട് അവൻ ഒരു നോട്ടം നോക്കും, നിങ്ങളുടെ പുറകെ വരുന്ന പിശാചിനെ നോക്കിയിട്ട് പറയും, കണ്ടോ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ സന്തോഷിക്കുന്നത് കണ്ടോ? പിശാച് ഇനി അവരെ തൊടാൻ നിനക്ക് കഴിയത്തില്ല, ഇനി അവരെ പിന്തുടരാൻ നിനക്ക് കഴിയത്തില്ല. സന്തോഷിക്കണം. ഹല്ലേലൂയ. ഓ താങ്ക് യു ലോർഡ്. നോക്ക് പറയൂ, നോക്കേ, ഈ തലമുറയിൽ ആമേൻ, ആമേൻ, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ ഞാൻ ആമേൻ നീതിമാനായി. ഓ ദൈവം നമ്മളെ നീതിമാനായി കണ്ടിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. നീതിമാനായി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകത്തിൻ്റെ പേരാണ് കൃപയുടെ പെട്ടകം. നീ ഒരു കൃപയുടെ പെട്ടകം ഉണ്ടാക്കണം. ആമേൻ. നീ ആ കൃപയുടെ പെട്ടകം ഉണ്ടാക്കണം. സ്തോത്രം. ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ആമേൻ. എന്നിട്ട് നോഹയോട് പറഞ്ഞു, ഈ തലമുറയിൽ മഴ പെയ്യാൻ പോവുക. അതുവരെ മഴ പെയ്തിട്ടില്ല, ജനം മഴ കണ്ടിട്ടില്ല. ആമേൻ. സ്തോത്രം. മഞ്ഞുകൊണ്ട് ഭൂമിയെ നനച്ച് വന്ന കാലഘട്ടം. ദൈവം പറഞ്ഞു, മഴ പെയ്ച്ച് ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുക. പക്ഷെ നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 300 മുഴം എന്ന് പറഞ്ഞാൽ 450 അടി നീളം വേണം. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. 75 മുഴം. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ വേണം. 15 മുഴം ഉയരം വേണം. ഇതെല്ലാം അളവ് പറഞ്ഞു കൊടുത്ത പ്രകാരം ആമേൻ. സ്തോത്രം. കൃപ ലഭിച്ചവൻ പെട്ടകം. അപ്പൊ കൃപ ലഭിച്ചവനാണ് എന്ത് പണിയുന്നേ? കൃപ ലഭിച്ചവൻ പെട്ടകം. അവ കൃപയില്ലാത്തവനോ? സ്തോത്രം. നമ്മളെല്ലാം കൃപ പ്രാപിച്ച, നമ്മളെല്ലാം പെട്ടകം പണിയുന്നവരാ. ആമേൻ. സ്തോത്രം. കൃപ ലഭിച്ചവനെ ദൈവം പറയുന്നത് വിശ്വസിക്കാൻ പറ്റും. കൃപ ലഭിച്ചവനെ എന്ത് ചെയ്യാൻ പറ്റൂ? വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാൻ പറ്റും. വാഗ്ദത്തം പ്രാപിക്കുന്നത് ആരാ? കൃപ. സ്തോത്രം. നോഹ പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വന്നവരും എല്ലാം ചോദിച്ചു, ഇതെന്താ പരിപാടി? അച്ഛൻ എന്നാ പരിപാടിയാ? സ്തോത്രം. പറഞ്ഞു, ഒരു പെട്ടകം ഉണ്ടാക്കാം. ദൈവം എന്നോട് പറഞ്ഞു ഒരു പെട്ടകം ഉണ്ടാക്കാൻ. മഴ പെയ്ത് ഭൂമി എന്ത് ചെയ്യാൻ പോവാ? ദൈവം ഈ ഭൂമി നശിക്കാൻ പോവുക, എല്ലാ മനുഷ്യൻ നശിക്കാൻ പോവുക. അതുകൊണ്ട് സർവ്വ മനുഷ്യൻ രക്ഷയ്ക്കായി ഒരു പെട്ടകം എന്നോട് പണിയാൻ പറഞ്ഞു. ആമേൻ. കേട്ടവർക്കെല്ലാം തോന്നി, പാസ്റ്ററിന് എന്തോ, നോഹയപ്പച്ചൻ എന്തോ ഭൂമി നശിക്കാൻ പോകുന്നെന്നോ, മഴ പെയ്യാൻ പോകുന്നെന്നോ വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ കൃപ ലഭിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് വരാൻ പോകുന്നെന്ന് പറയുമ്പോൾ കൃപ ലഭിച്ചവൻ അറിയാം. ലക്ഷണങ്ങൾ എന്ത് ചെയ്തു? കണ്ട് തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു. പെട്ടകമുണ്ടാക്കി. നോഹ സർവ്വ മനുഷ്യരോടും വിളിച്ചു പറഞ്ഞു, ആമേൻ, ദൈവം മഴ പെയ്യിക്കാൻ പോകുകയാണ്. ആർക്കെങ്കിലും ജീവരക്ഷ വേണമെങ്കിൽ പെട്ടകത്തിനകത്ത് കയറണം. ആമേൻ. പെട്ടകത്തിനകത്ത് കയറുവാൻ ആമേൻ. സ്തോത്രം. വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു അനൗൺസ്മെന്റ് കൂടെ ചെയ്യണം. ശുദ്ധിയുള്ള സകല മൃഗങ്ങളോടും മൃഗത്തിൽ നിന്ന് 7 എണ്ണം വെച്ചും ശുദ്ധിയില്ലാത്തത് 2 എണ്ണം വെച്ചും നീ എന്ത് ചെയ്യണം? നീ ഈ പെട്ടകത്തിനകത്ത് കയറ്റണം. സ്തോത്രം. അടുത്ത നിമിഷം എന്താ സംഭവിച്ചതെന്നറിയാമോ? ഗ്ലോറി ടു ഗോഡ്. സർവ മനുഷ്യരോടും വിളിച്ചു പറഞ്ഞു. ആരും എന്ത് ചെയ്തില്ല?
ആരും കേട്ടില്ല. പക്ഷേ മൃഗങ്ങളോട് നോഹ എന്ത് ചെയ്തു? വിളിച്ചു പറഞ്ഞു, ശുദ്ധിയുള്ളത് സത്യം പറയാം. ഈ മൃഗങ്ങളെല്ലാം എന്ത് ചെയ്തു? അനുസരണത്തോടെ പെട്ടകത്തിനകത്ത് കയറിയത് എല്ലാ മൃഗങ്ങളും കയറി. ആന കയറി, ഒട്ടകം കയറി, പുലി കയറി, സിംഹം കയറി, സ്തോത്രം, മാന് കയറി, കുഞ്ഞാട് കയറി. ഇതെല്ലാം പെട്ടകത്തിനകത്ത് കയറിയപ്പോ ഈ കൃപയുടെ പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ എല്ലാവരും ഏക മനസ്സുള്ളവരായി മാറി. പെട്ടകത്തിന് പുറത്താണെങ്കിൽ മാനിനെ കണ്ടാൽ പുലി എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നേ? സ്തോത്രം. ആൻറ്റി പറഞ്ഞു കടിച്ച് തിന്നുമെന്നല്ല, കീറും. പക്ഷെ കൃപയ്ക്കകത്ത് കയറിയാലോ? കൃപയ്ക്കകത്ത് കയറിയാൽ ഏയ് പുലി, നിന്റെ കോമ്പല്ല് എവിടെ? കൃപയ്ക്കകത്ത് കയറിയാൽ എന്തില്ല? കോമ്പല്ല്. ഓ, കൃപയ്ക്കകത്ത് എന്ത് ചെയ്തോണം? ഇന്ന് പകൽ എന്ത് ചെയ്യണം? കൃപയ്ക്കകത്ത് ആ പെട്ടകത്തിന്റെ ആമേസ്തോത്രം ഹല്ലേലൂയ വാതിലിൽ കാല് വെച്ചതേ ഉള്ളൂ, എല്ലാ കോമ്പല്ലും അകത്തോട്ട്. ഓ, ഈ പെട്ടകത്തിനകത്ത് കൃപയുണ്ടോ? ആമേസ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം പെട്ടകം കൃപയാൽ പണിതാൽ അതിനകത്ത് എന്ത് ചെയ്യും? അവിടെ ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ, ആദാം പാപം ചെയ്യുന്നതിന് മുൻപ് ഈ മൃഗങ്ങൾ എന്താ കഴിച്ചേ? ഈ പുലി എന്താ കഴിച്ചേ? സിംഹം എന്താ കഴിച്ചേ? എന്താ അച്ഛ കഴിച്ചേ? സ്തോത്രം. അന്നും എന്തുണ്ടായിരുന്നു? കൃപ. സ്തോത്രം. അന്ന് ആദാമിൻ്റെ അകത്ത് കൃപയുണ്ടായിരുന്നു. കൃപയുള്ളത് കൊണ്ട് അന്ന് എല്ലാ മൃഗങ്ങളും, ഫ്രൂട്ട്സ് കഴിച്ച മൃഗങ്ങളുണ്ട്, പുല്ല് തിന്ന മൃഗങ്ങളുമുണ്ട്. പക്ഷെ ആദാം എന്ന് പാപം ചെയ്തോ അന്നേരമാണ് അവർക്ക് കോമ്പല്ല് പൊടിച്ച് സിംഹം കുഞ്ഞാടിൻ്റെ മേൽ എന്ത് ചെയ്തു? പാപം ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ ഈ സിംഹവും പുലിയും കടുവയൊക്കെ കുഞ്ഞാടുകളുടെ മേൽ ചാടി വീണതിനെ അമറ്റുന്നു. പക്ഷെ ഈ കൃപയുടെ പെട്ടകത്തിനകത്തോട്ട് കയറിയപ്പോൾ ഇവരെന്ത് കഴിക്കാൻ തുടങ്ങി? ഇല്ലെങ്കിൽ സ്തോത്രം, ബൈബിൾ പറയുന്നു 150 ദിവസത്തോളം മഴ പെയ്തുകൊണ്ട് ഇരുന്നു. 150 ദിവസമായപ്പോൾ എത്ര മാസമായി? 5 മാസം. 5 മാസം ഈ മൃഗങ്ങൾ എന്ത് കഴിച്ചു കാണും? ഒന്ന് ചിന്തിച്ചു നോക്കേ. സിംഹമൊക്കെ ഇവിടെ കിടന്ന മാനിനെയും ആടിനെയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? അവസാനം ഇത് അതിന് ഭക്ഷണം തികയാതെ വരുമ്പോൾ നോഹയും കയറി പിടിക്കാൻ സാധ്യത അങ്ങനെയാണ്. ആരെയും കിട്ടിയില്ലെങ്കിൽ നോഹയെ പിടിക്കും. പക്ഷെ കൃപ വെളിപ്പെട്ടാൽ എന്താ? സ്തോത്രം. എനിക്ക് തോന്നുന്നു ഈ പെട്ടകത്തിനകത്ത് 5 മാസത്തേക്ക് ഇതിന് വേണ്ടുന്ന, ഇത്രയും മൃഗങ്ങൾക്ക് വേണ്ടുന്ന പുല്ലും വൈക്കോലൊക്കെ ഇത് എവിടെ ശേഖരിച്ചു വെച്ചോ. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. ആമേൻ. സ്തോത്രം. കൃപയ്ക്കകത്ത് കയറി ഇച്ചിരി മതി. കൃപയ്ക്കകത്താണെങ്കിൽ ഓഫ്, ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അല്പം മതിയെന്നേ. അതിനകത്തൊരു സമൃദ്ധി വെളിപ്പെടും, അതിനകത്തൊരു സന്തോഷം വെളിപ്പെടും. പക്ഷെ കൃപ വെളിപ്പെട്ടില്ലെങ്കിൽ എത്ര ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഇല്ലാത്തവരെ പോലെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ നാവ് തുറന്നാൽ ദാരിദ്ര്യമല്ലാതെ, ആമേൻ. സ്തോത്രം, ചിലരങ്ങനെയാ, വായെടുത്താൽ കഷ്ടപ്പാടല്ലാതെ ദാരിദ്ര്യമല്ലാതെ വേറെ ഒന്നും. പക്ഷെ കൃപ വെളിപ്പെട്ടാലുണ്ടല്ലോ, ഓ
ഭയങ്കര സന്തോഷ. കൃപ വെളിപ്പെട്ടാൽ കഞ്ഞിയും ചമ്മന്തിയും മാത്രമാണോ? ഭയങ്കര സന്തോഷ. എന്താ കാര്യം? കൃപ. കൃപ ഇന്ന് പകൽ കൃപയുണ്ടെങ്കിൽ ദൈവം നമുക്ക് തന്നതിലെല്ലാം നമുക്ക് എന്തുണ്ടാകും? ദൈവം നമുക്ക് തന്നതിലെല്ലാം സമൃദ്ധിയ. ദൈവം നമുക്ക് തന്നതിലെല്ലാം സന്തോഷം. ഹല്ലേലൂയ. ഇവരിങ്ങനെ എല്ലാവരും പെട്ടകത്തിനകത്ത് കയറി. പെട്ടകത്തിനകത്ത് കയറിയിട്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ദൈവം പെട്ടകത്തിൻ്റെ, യഹോവ പെട്ടകത്തിൻ്റെ വാതിൽ. ഇവരെല്ലാവരും കയറുന്നത് വരെ താക്കോൽ ആരാ കയ്യിലായിരുന്നു? ആരാ കയ്യില? നോഗയുടെ കയ്യില. ഇപ്പൊ താക്കോൽ ആരുടെ കയ്യില? ഇപ്പൊ കൃപയുടെ താക്കോൽ ആരാ കയ്യില ദൈവം തന്നെ? കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ. അപ്പൊ ഇപ്പൊ കൃപയുടെ താക്കോൽ ആരെ കയ്യില? ആണോ? ഉണ്ടോ? ഒന്ന് നോക്കിയേ, കയ്യിലുണ്ടോ നോക്കിയേ. കൃപയുടെ അമ്മേ സ്തോത്രം, താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? ചാവി കയ്യിലുണ്ടോ? ഓ, ഇതെന്തിനാ ഈ ചാവി തന്നത്? ഈ താക്കോല് അമ്മേ സ്തോത്രം സമയമാകുന്നത് വരെ നമ്മുടെ കയ്യിൽ തന്നെ എന്തിനാ തന്നെ? നമ്മൾ വിശ്വസ്തരായതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തിനാ തന്നെ? ഈ താക്കോല് തന്നതിനൊരു കാരണം, ആരെങ്കിലും വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഈ പെട്ടകത്തിന്റെ വാതിൽ എന്ത് ചെയ്യണം? അപ്പൊ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. ഒരു ദിവസം ഈ താക്കോൽ ആര് വാങ്ങും? ദൈവം ആണോ? പെട്ടകത്തിന്റെ താക്കോൽ ആര് വാങ്ങിയെന്നാ പറഞ്ഞേ? യഹോവ പെട്ടകത്തിന്റെ വാതിൽ. അപ്പൊ അടയ്ക്കണമെങ്കിൽ താക്കോൽ ആര് മേടിച്ചു? ആമേൻ. ദൈവം നോഹയുടെ കയ്യിൽ നിന്ന് ദൈവം താക്കോൽ മേടിച്ചു. ഇപ്പോൾ ദൈവരാജ്യത്തിന്റെ താക്കോൽ ആരെ കയ്യില? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആരെ കയ്യില? ഹലോ, ആണോ? നമ്മുടെ കയ്യിലുണ്ടോ? അപ്പോൾ ഈ താക്കോല് തന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഒരു ദിവസം നമ്മൾ തിരിച്ച് താക്കോല് കൊടുക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എത്ര പേർക്ക് വാതിൽ? അതെ, താക്കോല് വെറുതെ അലമാരക്കകത്ത് വെച്ചിരിക്കുവാണോ? ചിലരുടെ താക്കോലൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങി. ഇത് വല്ലപ്പോഴും എടുത്ത് എന്ത് ചെയ്യണം? ആർക്കേലും ഒക്കെ എന്ത് ചെയ്യണം? എല്ലാ സ്വത്രവും പോയി. ഹലോ, നിങ്ങളുടെ കയ്യിൽ താക്കോലുണ്ടെന്നല്ലേ പറഞ്ഞേ? തുരുമ്പ് വല്ലതും പിടിച്ചിട്ടുണ്ടോ? ഇല്ല, രക്ഷപ്പെട്ടു. സ്തോത്രം. ഈ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നത് എന്തിനെന്നറിയോ? ഈ കൃപയുടെ വാതിൽ എന്ത് ചെയ്യണം? ഓ, താക്കോൽ ആരെ കയ്യിൽ ഇരിക്കുന്നു അവനാണ് അധികാരി, അവനാണ്. സ്തോത്രം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരാ? നിങ്ങൾ ആരാ? അധികാരികളാ. ഓ, സ്വർഗരാജ്യത്തിന്റെ കലവറകളെ തുറക്കാൻ നിങ്ങളുടെ കയ്യിൽ സ്വർഗരാജ്യത്തിന് ഭൂമിയുടെ താക്കോലല്ല കർത്താവ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ കലവറകളെ തുറക്കാൻ നിങ്ങൾക്ക് പറ്റും. സ്വർഗത്തിന്റെ കലവറകളെ തുറക്കുന്ന ഒരു താക്കോൽ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാ. ഈ താക്കോല് കൊണ്ട് ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ ആമേ തുറന്നെടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇന്ന് പകൽ ഞാൻ ചിന്തിക്കുന്നു, ദൂതന്മാർക്ക് ഈ താക്കോല് കൊടുത്തില്ല. ഈ താക്കോൽ ആർക്കാ തന്നെ? ബിജ, ദൂതന്മാർക്ക് കൊടുത്തെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ദൂതൻ എന്ത് ചെയ്യുമായിരുന്നു? എത്ര വീടുകളിൽ കയറി തുറന്നെ വാതിൽ തുറന്നിരുന്നറിയോ? പക്ഷെ ദൈവം ഈ തലമുറയിൽ നമ്മളെ നീതിമാനായി കണ്ടിട്ട് ഈ തലമുറയിൽ ഈ താക്കോല് വിശ്വസ്തനായി തരികയാണ്. അവൻ ഈ താക്കോല് കൊണ്ട് തുറന്നു കൊടുക്കണം. ഈ താക്കോല് തിരിച്ചൊരു ദിവസം ചോദിച്ചു വാങ്ങും. അവൻ പറയും, ഇനി അവൻ സ്വത്രം ആർക്കും ഈ പെട്ടകത്തിനകത്ത് കയറാൻ പറ്റില്ല, ഈ പെട്ടകത്തിൻ്റെ വാതിൽ ഞാൻ അടയ്ക്കാൻ പോവുക. അവൻ അങ്ങനെ താക്കോല് വാങ്ങുമ്പോൾ അവൻ നോഹയോട് ചോദിച്ചു കാണും. ബൈബിളിൽ എഴുതിയിട്ടില്ല. നോഹേ, അമേ സ്തോത്രം, നീ എത്ര പേർക്ക് തുറന്നു കൊടുത്തു? അമേ സ്തോത്രം. അപ്പോൾ നോഹ പറഞ്ഞു, അമേ സ്തോത്രം,
എല്ലാവർക്കും വാതിൽ തുറന്നു, ആരും എന്ത് ചെയ്തില്ല, കയറിയില്ല. ആമേൻ. ആരൊക്കെ ഇതിനകത്ത് കയറി? അപ്പോൾ പറഞ്ഞു, കയറിയതാരെ? എൻ്റെ ഭാര്യ കയറി, പിന്നെ എൻ്റെ 3 പുത്രന്മാരും കയറി, പിന്നെ 3 മരുമക്കളും കയറി. അല്പജനമെന്നാൽ 8 പേര് അതിനകത്ത് കയറി. ഈ കൃപ ലോത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ശ്രദ്ധിച്ച് കേൾക്കണേ, ലോത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഒന്ന് വായിച്ചേ ആൻറ്റി, ആ ഭാഗം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 18-ാമത് വാക്യം. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ. ശ്രദ്ധിച്ച് കേൾക്കണേ, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. അപ്പൊ നിനക്ക് അടിയനോട് കൃപ തോന്നിയെങ്കിൽ എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. ആമേൻ. ലോത്ത് പറയാ, ദൈവമേ നീ എനിക്ക് വലിയ കൃപ കാണിച്ചിരിക്കുന്നു. ഒരു ന്യായവിധിയുടെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ ദൈവം ആർക്ക് കൃപ കാണിച്ചു? ലോത്തിന്. എങ്ങനത്തെ കൃപയെ കാണിച്ചേ? വലിയ കൃപ കാണിച്ചു. സ്തോത്രം. ന്യായവിധിക്കകത്തുനിന്ന് രക്ഷപ്പെടാൻ വലിയ കൃപ കാണിച്ചു. എന്നിട്ട് നോഹയോട് ആമേ സ്തോത്രം ലോത്തിനോട് ചോദിച്ചു, നീ ആർക്കൊക്കെ ആമേ സ്തോത്രം വാതിൽ തുറന്നു കൊടുത്തു? ആരെയൊക്കെ നീ രക്ഷിച്ചു? ആമേൻ. ലോത്തിന്റെ വീട്ടിൽ ചെന്ന ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവം ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ആമേൻ സ്തോത്രം ആരെങ്കിലും, നിന്റെ ചാർച്ചക്കാരെങ്കിലും ഈ പട്ടണത്തിലുണ്ടോ? നിനക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അവരെല്ലാം നീ വിളിച്ചോണം. ഇനി ന്യായവിധി വരാൻ പോവുക, തീയും ഗന്ധവും കത്താൻ പോവുക. അതിനകത്ത് നിനക്കുള്ള ആരെങ്കിലും ഉണ്ടോ? അവരെല്ലാം വിളിച്ചോളാൻ പറഞ്ഞു. ആമേൻ സ്തോത്രം. അന്നേരം ലോത്ത് ആമേൻ സ്തോത്രം ഒരു കാര്യം ചിന്തിച്ചു. ആമേൻ, ആരെ വിളിക്കാൻ? ആരെ വിളിച്ചാൽ വരും? ബന്ധുക്കളെ, ചാർച്ചക്കാരെ ആരെയും വിളിച്ചിട്ട് എന്ത് ചെയ്തില്ല? ആമേൻ, വന്നില്ല. പിന്നെ അദ്ദേഹം ഓടി ചെന്നിട്ട് സോദോമിൽ ചെന്നിട്ട് 2 മക്കൾക്ക് വിവാഹ നിശ്ചയം വെച്ചിരുന്ന 2 മരുമക്കളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങി, ദേശത്ത് തീയും ഗന്ധവും ഇറങ്ങി കത്താൻ പോവുക. നീ എന്ത് ചെയ്യണം? നിങ്ങൾ വേഗം ഈ പട്ടണം വിട്ട് പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ അവരെന്താ പറഞ്ഞേ? അവർ പറഞ്ഞു, ലോത്ത് കളി പറയുന്നു എന്ന്. ഹല്ലേലൂയ. ലോത്ത് കളി പറയും. അമ്മ ലോത്തെ, നിന്റെ മരുമക്കൾ നീ പറഞ്ഞപ്പോൾ അവർ കളി പറയുന്നു എന്ന് അവർ വിചാരിച്ചു. സ്തോത്രം. പക്ഷെ നോഹയുടെ മരുമക്കൾ അങ്ങനെ ചിന്തിച്ചില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ലോത്തിൽ കണ്ട ഒരു പരാജയം അത് മാത്രമേ ഉള്ളൂ. ലോത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ തലമുറയ്ക്ക് ആമേൻ സ്തോത്രം അവരുടെ ലോത്തിന്റെ മക്കൾക്ക് ഒരു കുടുംബം തിരഞ്ഞെടുത്തപ്പോൾ വിശ്വാസമുള്ള ഒന്നിനെ ഞാൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിലും തലമുറകൾക്ക് വേണ്ടി ഭാവിയെ തിരഞ്ഞെടുക്കുമ്പോൾ കൃപയുള്ളതിനെ തിരഞ്ഞെടുക്കണം. ന്യായവിധി വരുമെന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അമ്മാവന്റെ കയ്യിലില്ലെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, കരത്തെ പിടിച്ച് ന്യായവിധിക്ക് പുറത്തിറങ്ങാൻ വിശ്വാസമുള്ള തലമുറയെ തിരഞ്ഞെടുക്കണം. ആമേൻ സ്തോത്രം. ഇല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ തലമുറകൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവർത്തികൾ ലോത്തിന്റെ കുടുംബത്തിൽ കയറി വരുവാൻ കാരണം ആരെന്ന് ചോദിച്ചാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ആമേൻ ലോത്തെ, നിന്റെ തലമുറയ്ക്ക് നീ തിരഞ്ഞെടുത്ത ആമേൻ സ്തോത്രം കുടുംബം ആമേൻ കൃപയിലുള്ളവരല്ലായിരുന്നു. നീ പട്ടണത്തിൽ പാർത്തു, നീ ദൈവത്തിന് നീതിയോടെ നിന്നു, നീ ദൈവത്തെ വിശ്വസിച്ചു, നീ ആമേൻ ന്യായവിധിക്കകത്ത് നിന്ന് പുറത്തിറങ്ങി. പക്ഷെ നീ തെരഞ്ഞെടുത്ത കുടുംബം, ഞാൻ പറഞ്ഞു ഹല്ലേലൂയ, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം ആമേൻ അതിന്റെ 7-ാമത് വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ഉണ്ടായിട്ട് ഭയഭക്തി പൂണ്ട്. ഇന്ന് പകൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളൂ. ഉൽപ്പത്തി പുസ്തകം 6-7 അധ്യായത്തിൽ നോഹയെ കുറിച്ച് നമ്മൾ കേട്ടു. പക്ഷേ എബ്രായ ലേഖനക്കാരൻ എന്തുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ
ഈ ഉൽപ്പത്തി പുസ്തകത്തെ ഉൾപ്പെടുത്തിയത് എന്തിനാന്ന് ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം നിങ്ങളോടൊരു സന്ദേശം ഞാൻ കൈമാറുകയാണ്. ആമേൻ സ്തോത്രം. എന്നാൽ നോഹ അവരെ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ലഭിച്ചിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട്, ശ്രദ്ധിച്ചേക്കണേ, തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അപ്പോ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം എന്ത് ചെയ്തു? പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് കുടുംബത്തിലേക്ക് കയറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആമേൻ. എന്ത് പെട്ടകം പണിയണം? എന്ത് പെട്ടകം പണിയണം? കൃപയുടെ പെട്ടകം പണിയണം. ഇന്ന് പകൽക്കാലം 4 പേരാണ് ഒരു കുടുംബത്തിനകത്തുള്ളത്. ആ 4 പേരുടെ ആമേസ്തോത്രം 4 പേരെ ഉള്ളെങ്കിലും ആ പെട്ടകത്തിന് ഇടേണ്ട പേരെന്തെന്നറിയാമോ? കൃപയുടെ പെട്ടകം. കൃപയുടെ പെട്ടകമാണ് പണിയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ആ കൃപയുടെ പെട്ടകത്തിനകത്തുള്ളവരെല്ലാം രക്ഷപ്പെടും. അവൻ പെട്ടകത്തിന് ആരെങ്കിലും പുറത്തായാൽ അവൻ ന്യായവിധിയിലകപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിനകത്ത് ഒരു വ്യക്തി മതി കൃപ ലഭിച്ചവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയും, ഒരു കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ, ആമേൻ, ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ, ആമേൻ, ദൈവത്തോട് കരയുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് അവൻ പെട്ടകം പണിയിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഒരു നോഹ മുഖാന്തരം ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവന്റെ ഭാര്യ രക്ഷപ്പെട്ടു, അവന്റെ മക്കൾ രക്ഷപ്പെട്ടു, അവന്റെ മരുമക്കൾ രക്ഷപ്പെട്ടു. ഒരെണ്ണ ന്യായവിധിക്കകത്ത് വരാതെ വണ്ണം ആമേൻ നോഹയുടെ മേൽ ഇറങ്ങിയ ദൈവകൃപ അവന്റെ കുടുംബത്തെ സംരക്ഷിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഈ കൃപ ദൈവകുഞ്ഞെ നിന്റെ വീട്ടിനകത്ത് നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങിയാൽ ഞാൻ പറയും, ആമേൻ, നീ കുടുംബത്തെ പണിയും, നീ നിന്റെ തലമുറയെ പണിയും, നീ നിന്റെ കുടുംബത്തെ പണിയും. ഒരെണ്ണം അതിനകത്തുനിന്ന് നഷ്ടപ്പെടാതെ വണ്ണം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ കൃപ ഇറങ്ങണം. ഒരായുസ് മുഴുവനും ഈ ഭൂമി ജീവിച്ചിട്ട് ദൈവകുഞ്ഞ് ആമേൻ ഇന്ന് പകൽ ആമേൻ നിങ്ങളെ കുടുംബത്തെ ആമേൻ ഞാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എനിക്ക് അങ്ങനെ ഒരു നിയോഗം തരിക. ആമേൻ സ്തോത്രം. നിങ്ങളെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ചോണം. പറയണം, കർത്താവേ, ഈ കൃപ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കൃപ ലഭിച്ചവർക്ക് കുടുംബം പണിയാൻ പറ്റൂ, കൃപയില്ലാത്തവർക്ക് കുടുംബം പണിയാൻ പറ്റുകയില്ല. ആമേൻ. കൃപയുള്ളവന്റെ പ്രത്യേകത എന്താ? കൃപയുള്ളവൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീതിമാനായിരിക്കും, കൃപയുള്ളവൻ നിഷ്കളങ്കനായിരിക്കും, കൃപയുള്ളവൻ ദൈവത്തോട് കൂടെ നട. ഈ 3 കാര്യങ്ങൾ ഒരുവന്റെ മേലുണ്ടെങ്കിൽ അവന്റെ പേരാണ് കൃപ ലഭിച്ചവൻ. അവൻ പെട്ടകം പണിയും, അവൻ കുടുംബത്തെ പണിയും, അവൻ ഹല്ലേലൂയ ജീവിതത്തെ പണിയും, അവൻ തലമുറകളെ പണിയും, അവൻ സഭയെ പണിയും, അവൻ ദേശത്തെ പണിയും, അവൻ ദൈവരാജ്യം പണിയും. ഇന്ന് പകൽക്കാലം ആമേൻ അവർ ദൈവത്തിന്റെ രാജ്യം ആമേൻ പണിയും. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാനും നിങ്ങളും കൃപ ലഭിച്ചവരാണോന്ന് ആമേൻ കൃപയുണ്ടോന്ന് അറിയാൻ ഈ 3 കാര്യം ചെക്ക് ചെയ്താൽ മതി. 3 കാര്യം. 1 നീതിമാനാണോ, 2 നിഷ്കളങ്കനാണോ, 3 ദൈവത്തോട് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ കൂട്ടുകാരനാരാ? പാട്ടിൽ മാത്രമേ ഉള്ള കൂട്ടുകാരൻ? എൻ്റെ ഉപനീതിയെ, എൻ്റെ നല്ല സഖിയെ, ഈ പാട്ടിൽ മാത്രമേ ഉള്ളൂ? നിങ്ങളെ കൂട്ടുകാരനാരാ? നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ട് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടത് എൻ്റെ കർത്താവാണ്. അവനോട് ഹൃദയം തുറന്നാൽ അവൻ്റെ ഒരു പേരുണ്ട്, എന്താണെന്നറിയോ? വിശ്വസ്തൻ. അവൻ്റെ പേര് ഇവിടെ കേട്ടിട്ട് അവിടെ എന്ത് ചെയ്യത്തില്ല, പാട്ടിൽ മാത്രമല്ല. എൻ്റെ ഉപനീതിയെ. ഇത് പകൽ ആ ഉപനീതി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവകുഞ്ഞെ, ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടിട്ട് വെറുതെ പോകരുത്.
ഇതുവരെ നീ പെട്ടകം പണിയുവാണോ പെട്ടകം പൊളിക്കുവാണോ? പെട്ടകം പണിയുവാണോ പെട്ടകം പൊളിക്കുവാണോ? ഞാൻ ഒരു കുടുംബത്തിൽ ഒരെണ്ണം മതിയെന്ന്, പ്രാർത്ഥിക്കുന്ന ഒന്ന് മതി, കരയുന്ന ഒരാൾ മതിയെന്ന്, ഉപവസിക്കുന്ന ഒരാൾ മതിയെന്ന്. എല്ലാവർക്കും പെട്ടകം പണിയാൻ പറ്റുകയില്ല. സ്തോത്രം. കാരണം ഈ പെട്ടകത്തിനകത്തുള്ളത് എന്തൊക്കെ സാധനങ്ങളാ? ഈ പെട്ടകത്തിനകത്ത് പുലിയുണ്ട്. അവന്റെ സ്വഭാവമേ എന്താ? കടിച്ച് ഒന്ന് പറഞ്ഞ രണ്ടിന് തണ്ടിന് തറുമുട്ട് പറയുന്ന നിങ്ങളുടെ കാര്യം, പുലിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഞാൻ ആരാ? ഞാൻ പുലിയാ. പുലിക്ക് മിണ്ടാതിരിക്കാൻ ചിലതൊക്കെ കുറുക്കന്മാരുണ്ട്. ഈ പെട്ടകത്തിനകത്ത് കുറുക്കന്റെ സ്വഭാവം എന്താ? കുറുക്കന് സ്തോത്രം. ഉത്തമഗീത 2-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? അവൻ മുന്തിരിവള്ളിയെ നശിപ്പിക്കും. ഈ കുറുക്കന്റെ പ്രത്യേകത മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ അവള ഒരു പ്രാർത്ഥന, നിന്റെ ഒരു കയ്യടി, ഇയാളിനി ബൈബിൾ വായിക്കാത്തതിന്റെ പെട്ടകത്തിനകത്ത് കേൾക്കുന്ന ശബ്ദങ്ങളാണ് ഇതൊക്കെ. നീ തന്നെ ഇന്ന് പാടി വഴക്കുണ്ടാക്കിയിട്ട് അവളെ പ്രാർത്ഥന കണ്ട മുന്തിരി വള്ളിക്കിട്ട ജീവിതത്തിൽ പിന്നെ ഇനി എന്ത് ചെയ്യണ്ട? പ്രാർത്ഥിക്കാൻ വേണ്ട. നീയോ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നവരെങ്കിലും പ്രാർത്ഥിക്കത്തുമില്ല. പ്രാർത്ഥിക്കുന്നവരെ ആര് കൈയൊന്നും ഉയർത്തണ്ട, സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നീ പാടയുമില്ല, നീ സ്തോത്രം പറയല്ല, നീ കൈയടിക്കത്തുമില്ല, നീ സന്ധ്യാപ്രാർത്ഥനയ്ക്കും കാണത്തില്ല, രാത്രി പ്രാർത്ഥനയ്ക്കില്ല, പ്രഭാത പ്രാർത്ഥനയ്ക്ക്. ആകപ്പാടെ ഒരു സൺഡേയിൽ വന്നൊരു ഒരു സൂത്രത്തിലൊരു സ്തോത്രവും പറഞ്ഞ് എന്നിട്ട് നീയാണ് കര ഉയർത്തി കൃപ. ഹലോ, ഇന്ന് പകൽ പൊളിക്കല്ലേ? നമ്മൾ ആരാ? പണിയുന്നവരാ. ഞാനിന്ന് പകൽ പറയും, കൃപ ഇന്ന് പകൽക്കാലം ഒരുവന്റെ മേൽ വന്നാൽ, ഞാൻ പറഞ്ഞു ഒരു വീട്ടിനകത്ത് സ്തോത്രം ഒരുവന്റെ മേൽ കൃപ വ്യാപരിച്ചാൽ മതിയെന്ന്. അവേ സ്തോത്രം. ഒരു വീട്ടിനകത്ത് എല്ലാം കൃപ ലഭിച്ചവരൊന്നും അല്ല. ആണോ? രക്ഷിക്കപ്പെട്ട എല്ലാവരും കൃപ ലഭിച്ചവരാണോ? ഒരു വീട്ടിനകത്ത് എല്ലാം കൃപ ലഭിച്ചവരാണോ? കേട്ടില്ല. എല്ലാവരും കൃപ ലഭിച്ചവരാണോ? ആണോ? മക്കളെ 2-3 പ്രാവശ്യം വിളിച്ചാലും വരത്തില്ല. പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ. കൃപ ലഭിച്ചതാണോ എല്ലാം? എത്ര വിളിക്കണം? അവസാനം തൊണ്ടകറി നീ എന്റെ സ്വഭാവം എന്ത് ചെയ്യരുത്. കൃപ ലഭിച്ചതാണോ? 8 മണിയായി, സൺഡേ സ്കൂളിന് പോകണം, ചർച്ചിൽ പോകണം, എഴുന്നേക്കങ്ങോട്ട്. കൃപ ലഭിച്ചതാണോ? കൃപ ലഭിച്ചതിനെ വിളിച്ചുണർത്തണോ? എല്ലാവരും തലയ്ക്ക് വരെ ഉണ്ടല്ലോ അലാറം അടിക്കുന്ന സംഭവം. 7 വയസ്സായവന് മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്തേ വിളിച്ചാലേ കൃപ ലഭിച്ച. ഞാൻ ചോദിക്കട്ടെ, കൃപ ലഭിച്ചതാണോ? കൃപ ലഭിച്ചതിനെ വിളിക്കണോ? തന്നെ എന്ത് ചെയ്തോളും? ഇന്ന് ഞായറാഴ്ചയാണെന്ന്. ഹലോ അല്ലേ? അപ്പൊ വീട്ടിനകത്ത് എല്ലാം കൃപ ലഭിച്ചതൊന്നും, പ്രാർത്ഥിക്കാത്തതും സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തതും ഇതൊന്നും കൃപ. അപ്പൊ എല്ലാം കൃപ ലഭിച്ചതല്ല. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം പറയും, വീട്ടിനകത്ത് ഒരെണ്ണം മതിയെന്ന്, ആരേലും ഒരാൾ മതിയെന്ന്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മതിയെന്ന്. ആമേൻ. ഈ കൂട്ടിക്കിടക്കുന്ന സിംഹവും കരടിയും എല്ലാം പുല്ല് തിന്ന് മിണ്ടാതെ അടങ്ങി വായ അടക്കും.
ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ബാക്കിയെല്ലാം എന്ത് ചെയ്തോളും? ബാക്കിയെല്ലാം വായടച്ച് മര്യാദയ്ക്കിരിക്കും. ആമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒരുവൻ വീട്ടിനകത്തുണ്ടെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരിക്കും, നേരത്തെ വരുമെന്ന്. ആമേൻ സ്തോത്രം. ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടിരുന്നോണം. ഈ കൃപയില്ലാത്തതുകൊണ്ട് അന്നേരം ഒരു കോള്, പ്രാർത്ഥന കഴിഞ്ഞാലും ഈ കോൾ എന്ത് ചെയ്യത്തില്ല. ചിലർ പായ ഇടുമ്പോഴേ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞാനിപ്പോൾ വരാം. ഈ പ്രാർത്ഥിക്കാൻ സമയത്ത് മൊബൈൽ എടുത്തോണ്ട് പോകണേ, അത് എനിക്കത് അത്ര നല്ല കോളെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യ പ്രാർത്ഥനയ്ക്ക് ഇരുത്തിയിട്ട് ഭർത്താവ് ഫോൺ എടുത്തോണ്ട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ പുറകെ എഴുന്നേറ്റ് പോകണം. 4 വരി പാട്ട് പാടണം, ഉറച്ച് പാടണം. അപ്പോൾ ആയിരിക്കും നല്ല പ്രാർത്ഥന. വിളിക്കുമ്പോൾ പിറകെ പോക്കോണം. പിറകെ പോയിട്ട് മിണ്ടാതെ ആ ഫോണങ്ങ് പിടിച്ചു വാങ്ങിച്ച് സ്തോത്രം നോക്കണം. അത് ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്തൊക്കെ നോക്കണം. സ്തോത്രം. അങ്ങനെ ആരും നമ്മുടെ കൂട്ടത്തിലില്ലാത്തതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ലൈവിലുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞ കൃപ ലഭിച്ച ഒരുവൻ മതി. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒരുവൻ മതിയെന്ന്. കൂട്ടിനകത്ത് കിടക്കുന്ന എല്ലാം മാനസാന്തരപ്പെട്ടതല്ലെന്ന് ഞാൻ തൻ്റെ ഇടത്തോടെ പറയും. സ്തോത്രം. എൻ്റെ വിശ്വാസത്തിന് ഒത്തവണ്ണം, എൻ്റെ നീതിക്ക് ഒത്തവണ്ണം, എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് ഒത്തവണ്ണം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം എൻ്റെ മക്കൾ കൂടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാം കൃപയ്ക്കകത്താണെന്നൊന്നും ഞാൻ പറയുകയല്ല. സ്തോത്രം. പക്ഷെ എനിക്കൊന്നറിയാം, ഞാൻ നീതിമാനാണെങ്കിൽ ഇതെല്ലാം കൃപ വ്യാപരിച്ചോളും. തലമുറ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചോളും. അവരുടെ മേൽ ദൈവമഹത്വം വെളിപ്പെട്ടോളും. ഞാൻ പറയും, ഇന്ന് പകൽ കുടുംബത്തിനകത്ത് കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തി മതിയെന്ന്. അത് ഭർത്താവാകണമെന്നില്ല, അത് ഭാര്യയാകണമെന്നില്ല, അത് മക്കളാകണമെന്നില്ല. ഇന്ന് പകൽക്കാലം കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കരയുന്ന ഒരുവനുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയും, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ നിന്റെ തലമുറ, നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ കൃപയ്ക്കകത്ത് കയറിയിരിക്കും. കാരണം നിന്റെ പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് അത്രയും പവറുണ്ട്, നിന്റെ അഭിഷേകത്തിന് അത്രയും പവറുണ്ട്. ഇന്ന് പകൽ ഇത് പറയുമ്പോൾ ചില കൂടുകൾ പൊളിയണം. ചില ജീവിതങ്ങൾ രൂപാന്തരം പ്രാപിക്കണം, ചില വ്യക്തി ജീവിതങ്ങൾ മാനസാന്തരപ്പെടണം. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ കരയുന്നവനെ കരച്ചിൽ നിർത്തരുത്, പ്രാർത്ഥിക്കുന്നവനെ പ്രാർത്ഥന നിർത്തരുത്, ഉപവസിക്കുന്നവൻ ഉപവാസം നിർത്തരുത്. ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ട്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അവൻ ഈ തലമുറയിൽ അവൻ നീതിമാനായി. അവൻ പെട്ടകം പണിതു, അതിനകത്ത് അവൻ്റെ കുടുംബത്തെ കയറ്റി. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽക്കാലം ലോകത്തെ മുഴുവനും കയറ്റിയില്ലെങ്കിൽ കുടുംബത്തിനെ സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ലോത്തിന് മരുമക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം സ്തോത്ര എബ്രായ ലേഖനക്കാരൻ സ്തോത്ര ഉൽപ്പത്തിയിലേത് അവിടെ രേഖപ്പെടുത്തിയ അവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സർവ്വജനത്തിൻ്റെയും രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. എബ്രായ ലേഖനത്തിൽ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. അല്പജനമെന്ന് പറഞ്ഞാൽ 8 പേർ ആ പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടു. അവൻ ലോകത്തെ ന്യായം വിധിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നമ്മളെ കുടുംബത്തിൽ ഒന്നും ന്യായവിധിക്കകത്ത് അകപ്പെടരുത്. സ്തോത്ര കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പെട്ടകം പണിതോണം. ഇന്ന് പകൽ എല്ലാവരും പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം അപ്പാ. ഞങ്ങളെ കുടുംബത്തെ പണിയാൻ ഞങ്ങളുടെ തലമുറകളെ പണിയാൻ കർത്താവ് ഇന്ന് പകൽ നിന്റെ കൃപ വേണം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പറ്റി? എല്ലാ കണ്ണുകളും അടയട്ടെ. കൊയർ മുമ്പോട്ട് വന്നേ. സ്തോത്ര ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്ര ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ,
അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ വരണമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വരണമേ. എല്ലാവരും വേഗത്തിൽ എഴുന്നേറ്റ് നിന്നേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്ത് നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ നിന്റെ കൃപ വേണമപ്പാ, കൃപയില്ലാതെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ കൃപ, ആമേൻ, സ്തോത്രം, ഈ കൃപ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, നോഹയ്ക്ക്, ആമേൻ, ആ തലമുറയിൽ ന്യായവിധിക്കകത്ത് നിന്ന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, രക്ഷപ്പെട്ടത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, നോഹ, ആമേൻ, ന്യായവിധിക്കകത്ത് നിന്ന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, രക്ഷപ്പെടുവാൻ ദൈവത്തിൻ്റെ കൃപ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപ അവന് ലഭിച്ചെങ്കിൽ, ആമേൻ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം, ആമേൻ, ലോത്തിന്റെ ഭവനത്തിൽ, ആമേൻ, കൃപ ലഭിച്ചു. ലോത്തിനും, ആമേൻ, വലിയ കൃപ ലഭിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ അവൻ്റെ കുടുംബത്തിൽ 3 പേർ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം, ആമേൻ, നോഹയെ ന്യായവിധിയിൽ നിന്ന് വിടുവിച്ച, ലോത്തിനെ ന്യായവിധിയിൽ നിന്ന് വിടുവിച്ച ആ കൃപ വചനം പറയുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ യേശു ക്രിസ്തു എന്ന കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, ആ കൃപ വർദ്ധിക്കണം. ആ ക്രിസ്തുവിൻ്റെ മാഹാത്മ്യം വർദ്ധിക്കണം. ആ ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടണം. ഇന്ന് പകലിൽ എല്ലാവരും പ്രാർത്ഥിച്ച്, ആരും മൗനമായി നിൽക്കാതെ, ഇന്ന് പകൽക്കാല കർത്താവേ ആ കൃപ ഞങ്ങളുടെ മേൽ വർദ്ധിക്കണം. ഞങ്ങളെ കുടുംബങ്ങളെ പണിയാൻ, ആമേൻ, സ്തോത്രം, ഇന്ന് പകൽ ഇതിനകത്ത് നിൽക്കുന്നവർ പറയണ, കർത്താവേ ഞങ്ങളെ കുടുംബത്തെ പണിയുവാൻ, ഞങ്ങളെ കുടുംബത്തെ പണിയാൻ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ആമേൻ, കർത്താവേ ആ കൃപ ഞങ്ങൾക്ക് അധികമായി വേണം. ആ കൃപ ഞങ്ങൾക്ക് അധികമായി വേണം. ആമേൻ, ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേട്ടിട്ട് കർത്താവിനോട് പറയുന്നെങ്കിൽ, കർത്താവേ നിന്റെ കൃപ ഞങ്ങൾക്ക് അധികമായി വേണം. ഞങ്ങളെ കുടുംബം പണിയാൻ, ഞങ്ങളുടെ തലമുറയെ പണിയാൻ, ദൈവമേ നിന്റെ കൃപ അധികമായി വേണമെന്ന് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയും, ആമേൻ, ഇന്ന് പകൽ ആ കൃപ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചലിക്കാൻ പോവുകയാണ്. ആമേ, കാട്ടിൽ കിടക്കുന്ന, ആമേ, സിംഹത്തിന്റെ സ്വഭാവമല്ല പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ അവന്റെ സ്വഭാവം മാറി. ആമേ, കാട്ടിൽ കിടക്കുന്ന പുലിയുടെ, ആമേ, സ്വഭാവം പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ മാറി. ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറകൾ കാട്ടിക്കിടക്കുന്ന സിംഹത്തിന്റെ സ്വഭാവമല്ല, കാട്ടിൽ കിടക്കുന്ന കുറുക്കന്റെ സ്വഭാവമല്ല. ഇന്ന് പകൽക്കാലം പെട്ടകത്തിനകത്ത് കയറിയ, ആമേ, സിംഹത്തിന്റെ സ്വഭാവം മാറിയതുപോലെ ഇന്ന് പകൽക്കാലം കുടുംബത്തിനകത്ത് കൃപ വർദ്ധിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ചില സ്വഭാവങ്ങൾ കുടുംബത്തിനകത്തുനിന്ന് മാറാൻ പോകുക. ചില സ്വഭാവങ്ങൾ മാറാൻ പോകുക. നമ്മൾ ആ കൃപയ്ക്കകത്തോട്ട് കയറാൻ പോവുകയാണ് ഇന്ന് പകൽക്കാലം. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. സിംഹത്തിന്റെ കോമ്പല്, ആമേ, പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ അത് മാറിയതുപോലെ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. എല്ലാ അതരങ്ങളും തുറന്ന് ദൈവത്തിന്റെ സ്തോത്രം ചെയ്തേ. ഇന്ന് പകലിൽ ആ കൃപ ഇതിനകത്ത് എത്ര പേരുടെ മേൽ ആ കൃപ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ അത്യുന്നത സാന്നിധ്യം ഇന്ന് പകൽ ദൈവകുഞ്ഞെ നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് പറയാ, നിന്നെ ദൈവം തിരഞ്ഞെടുത്തത്, ആമേ, സ്തോത്രം, ഹല്ലേലൂയ, ചിലതിനെ പണിയുവാനുള്ള, ആമേ, സ്തോത്രം, കൃപയുടെ പെട്ടകത്തിനകത്ത് ദൈവത്തിന്റെ സൗരഭ്യവാസനയുള്ള ഒരു തലമുറയെ പണിയാൻ, അവൻ ഒരു നല്ല കുടുംബത്തെ പണിയാൻ ഇന്ന് പകൽ നിന്റെ കയ്യിൽ ആ താക്കോൽ തന്നിരിക്കുക. പക്ഷെ ഒരു ദിവസം ആ താക്കോൽ തിരിച്ചു വാങ്ങുമ്പോൾ, ഹല്ലേലൂയ, പറയണം, അപ്പാ, ആമേൻ, നോഹ പറഞ്ഞതുപോലെ താക്കോൽ കൊടുത്തപ്പോൾ നോഹ പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഇന്ന് പകൽ ആരും പുസ്തകത്തിൽ ഇത് തപ്പിപ്പോകണ്ട. ഇന്ന് പകൽക്കാലം, ആമേൻ, നോഹ, ആമേൻ, സ്തോത്രം, നോഹ താക്കോൽ കൊടുക്കുമ്പോൾ ചോദിച്ചു, ആരാ പെട്ടകത്തിനകത്ത് കയറിയതാ? നോഹ പറഞ്ഞു, ആമേൻ, സ്തോത്രം, എന്റെ ഭാര്യ പെട്ടകത്തിനകത്ത് കയറി, എന്റെ കുഞ്ഞുങ്ങൾ കയറി, എന്റെ മരുമക്കൾ കയറി. ഇന്ന് പകൽ ഇത്രയെങ്കിലും പറയാൻ ആ താക്കോല് കൊടുക്കുമ്പോൾ, ആമേൻ, ദൈവകുഞ്ഞെ നീ ധൈര്യമുള്ളവനായിരിക്കണം. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ നീ പണിയാൻ തുടങ്ങിയാൽ അതിന് ഒരു ശക്തിക്ക് നിന്നെ തടയാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് ഈ ദൂത് നിർത്താൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയും, ഒരു കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, കരയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ഉപവസിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കൃപ ലഭിച്ച ഒരു വ്യക്തി മതിയെന്ന്, ഹല്ലേലൂയ, ആമേൻ, ഇന്ന് പകൽക്കാലം, ആമേൻ, സ്തോത്രം, ചില പണികൾ നിന്റെ വീട്ടിനകത്ത് നടക്കും. ഹല്ലേലൂയ.
ഞാൻ ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ കയറി പറയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അന്യരാജ്യത്ത് ഹല്ലേലൂയ ഒരു നയമാന്റെ വീട്ടിനകത്ത് ആമേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവകുഞ്ഞ്. ഓ സ്തോത്രം. ആമേ ഹല്ലേലൂയ. ആമേ നയമാന്റെ വീട്ടിനകത്ത് ജോലി ചെയ്യുന്ന ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, അടുക്കള പണി ചെയ്യുന്ന ഒരു പ്രാർത്ഥിക്കുന്ന കുഞ്ഞുണ്ടായതുകൊണ്ട് ആമേ നയമാന് ആമേൻ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെട്ടെങ്കിൽ, ആമേ നയമാന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയും, പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു മതിയെന്ന്. കുടുംബത്തിനകത്തു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ ഇന്ന് പകൽ ഇതിനകത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കറിയാം, ഇതിനകത്ത് ആരുടെയൊക്കെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്നത് എനിക്കറിയാം. ആമേ സ്തോത്ര. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട കേട്ടോ. ആമേ, നീ ഭയപ്പെടേണ്ട കേട്ടോ. ആമേ സ്തോത്രം. ഇന്നലകളിൽ എവിടെയെങ്കിലും നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ, എവിടെയെങ്കിലും നീ തകർക്കപ്പെട്ടു പോയെങ്കിൽ, എവിടെയെങ്കിലും നീ ഹൃദയത്തിന് മുറിവേറ്റെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ആമേൻ, നിന്റെ മേലൊരു കൃപ വെളിപ്പെട്ടു വരും. ആമേ സ്തോത്രം. ആമേ സ്തോത്രം. ആമേൻ. നിന്നെ മുറിച്ചവരെ പോലും പണിയാൻ നിന്നെ ഞാൻ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. ആമേ സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നീ മുറിവേറ്റ് കിടക്കാനല്ല, ആമേ സ്തോത്രം, മുറിവേറ്റവരുടെ മുറിവ് കെട്ടുവാൻ ആമേൻ നിന്റെ മേലൊരു കൃപ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാ. നിന്റെ മേലൊരു കൃപ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാ. നന്ദിയപ്പ, നന്ദിയപ്പ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.